DCB മീഡിയയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 3 ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ വ്യക്തികൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കുമെല്ലാം പണം കൈമാറുന്നത് ഫോണിലെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ UPI ആപ്പുകൾ വഴിയാണ്. രാജ്യത്ത് UPI സംവിധാനം ജനകീയമായതോടെ ഇടപാടുകൾ സുഗമമായി നടത്തുന്നതിനായി പിൻ നമ്പർ നൽകാതെ തന്നെ പണമയക്കാവുന്ന UPI ലൈറ്റ് വാലറ്റ് സംവിധാനവും വന്നിരുന്നു. നിലവിൽ 500 രൂപയിൽ താഴെ ഒരു ദിവസം നിരവധി പിൻലെസ് ഇടപാടുകൾ നടത്താനാണ് അനുവദിച്ചിരുന്നത്. ഒരു ദിവസം നടത്താൻ കഴിയുന്ന പരമാവധി ഇടപാട് 2000 രൂപയുമായിരുന്നു. ഈ പരിധികൾ ഇപ്പോൾ റിസർവ് ബാങ്ക് ഉയർത്തിയിരിക്കുകയാണ്. ഒരു ദിവസം മൊത്തത്തിൽ നടത്തുവാൻ കഴിയുന്ന ഇടപാട് പരിധി 2000 രൂപയിൽ നിന്ന് 5000 രൂപയും ഒരിടപാടിന്റെ പരിധി 500 രൂപയിൽ നിന്ന് 1000 രൂപയുമായാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ മാറ്റം UPI ഉപയോക്താക്കൾക്ക് കൂടുതൽ സൗകര്യമാകും. രണ്ടാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ APL വിഭാഗം റേഷൻ കാർഡ് ഉടമകളായ നീലവെള്ള കാർഡുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. നീലവെള്ള കാർഡുകളുള്ളവരിൽ BPL കാർഡായ പിങ്ക് കാർഡ് ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് അതിനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈനായി സിറ്റിസൺ ലോഗിൻ വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ അപേക്ഷ നൽകാവുന്നതാണ്. വളരെയധികം ഒഴിവുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നേരത്തെ തുടർച്ചയായ മാസങ്ങളിൽ റേഷൻ വാങ്ങാതിരുന്നതിന് 60,000-ഓളം പിങ്ക് കാർഡുകാരെ വെള്ള കാർഡിലേക്ക് മാറ്റിയിരുന്നു. മുൻഗണനാ കാർഡുകൾക്കുള്ള മസ്റ്ററിംഗ് നടപടിയിലൂടെയും ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. കാർഡുടമകൾ മരിച്ചുപോയ ശേഷം അനർഹർ കൈവശം വെച്ച് പോന്നിരുന്ന മുൻഗണനാ കാർഡുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഡിസംബർ 10-ാം തീയതി വരെയാണ് മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കുവാൻ സമയം അനുവദിച്ചിട്ടുള്ളത്. മാസം 25,000 രൂപയിൽ കൂടുതൽ ശമ്പളം ഉണ്ടാകരുത്, സ്വകാര്യ കാറുകൾ ഉണ്ടാകരുത് തുടങ്ങിയ മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നതിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർ അപേക്ഷിക്കുക. പരിചയമുള്ള മറ്റ് അർഹരെയും അറിയിക്കുക. മൂന്നാമത്തെ അറിയിപ്പ്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. ക്രിസ്തുമസ്, ന്യൂ ഇയർ പ്രമാണിച്ച് ഡിസംബർ മാസത്തിലും 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് ലഭിക്കുമെന്ന സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഡിസംബർ മാസത്തെ പെൻഷനും കൂടെ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും ചേർത്താണ് 3200 രൂപ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നത്. ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 3000 കോടി രൂപ കടമെടുക്കുന്നുണ്ട് സർക്കാർ. ക്ഷേമ പെൻഷന് മാത്രമല്ല, മറ്റ് ഭരണ ചിലവുകൾക്ക് കൂടിയാണ് 3000 കോടി കടമെടുക്കുന്നത്. ക്രിസ്തുമസിന് മുൻപായി തന്നെ 3200 രൂപയുടെ വിതരണം പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളാണ് ധനവകുപ്പ് ആരംഭിക്കുന്നത്. ഡിസംബർ 15-ന് ശേഷമാണ് വിതരണം ആരംഭിക്കുക. കഴിഞ്ഞ മാസം നവംബർ 6-ന് പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു. 2024 വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും പുനർവിവാഹിതയല്ല എന്നതുപോലുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയവർക്കെല്ലാം തന്നെ ഈ 2 മാസത്തെ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. എന്നാൽ സർക്കാർ ജീവനക്കാരാണെന്ന് കണ്ടെത്തിയ ക്ഷേമ പെൻഷൻകാർക്കും തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനയിൽ കാർ ഉൾപ്പെടെയുണ്ടെന്ന് കണ്ടെത്തി പെൻഷൻ സസ്പെൻഡ് ചെയ്തവർക്കൊന്നും ഈ തുക എത്തിച്ചേരുന്നതല്ല. അല്ലാതെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോടൊപ്പം സർക്കാരിന്റെ ധനസഹായം കൊണ്ട് ക്ഷേമനിധി പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും 2 ഗഡു വിതരണം ചെയ്യുന്നതാണ്. എന്നാൽ സർക്കാരിന്റെ ധനസഹായം കൂടാതെ തനത് ഫണ്ടിൽ നിന്ന് പെൻഷൻ വിതരണം ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ പോലുള്ളവ ഇതിൽ പെടുന്നതല്ല. അവർക്ക് ചിലപ്പോൾ ക്രിസ്മസ് ആയതിനാൽ 2 മാസത്തെയോ അല്ലെങ്കിൽ 1 മാസത്തെയോ പെൻഷൻ വിതരണം നടത്തിയേക്കാം. അതിന്റെ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും സംസ്ഥാനത്തെ 55 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് 2 മാസത്തെ പെൻഷൻ വരുന്നു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞു വയ്ക്കുക. വിതരണ തീയതി പ്രഖ്യാപിച്ചാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.